ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, പിന്നെ എനിക്കൊരു പരിപാടിയുണ്ട്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പം ഒട്ടും നേരമില്ല സംസാരിച്ചില്ല, ഞാൻ പോയി ഫ്രഷായി വരട്ടെ. ഓക്കെ, ഇതാണ് വന്നിരുന്നത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഫുള്ള് എൻ്റെ ഫുൾ ലുക്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഞാൻ യൂസ് ആക്കുന്ന കൺസീലറാണ്. ഇത് ഇൻസൈറ്റിൻ്റെ കൺസീലർ പാലറ്റാണ്. ഇതിൽ കറക്റ്റർ കൺസീലറൊക്കെ ഉണ്ട്. ഇത് നമുക്കെല്ലാം അഫോർഡബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. കണ്ണിന് ചുറ്റും നല്ല നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഇനിയിപ്പോൾ എത്ര ഉറങ്ങിയാലും ഉറങ്ങിയിട്ടില്ലെങ്കിലും ഈ സാധനം എൻ്റെ ഫേസിലുണ്ടാവും. സോ അത് മറക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ്. എല്ലാം പിടിച്ച് കുത്തിട്ട് നോക്കുന്നുണ്ട്. ഞാനത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ യൂസ് ആക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഇല്ലെന്നുള്ള മാതിരി പറയാലോ, എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഞാൻ എല്ലാതും പിടിച്ച് യൂസാക്കി നോക്കുന്നുണ്ട്. ഓ, കൊള്ളാല്ലേ? ആക്ച്വലി എനിക്കിപ്പോൾ എന്തൊക്കെ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ഒന്നാമത്തെ എനിക്ക് നേരം വൈകി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത്. അത് കാരണം എനിക്ക് തന്നെ ഒഴിവാക്കാനും വയ്യ. പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ല അക്കൗണ്ടിൽ അച്ഛോ. വെറുതെ എടുക്കാണ്ട് നിൽക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പക്ഷെ എനിക്ക് മാറ്റവും ഇങ്ങനെ സംസാരിക്കുന്നത് പിടുത്തം കിട്ടുന്നില്ല. ഓക്കെ, ശരിയാക്ക്. അടുത്ത ഫൗണ്ടേഷൻ. സാധനം എന്തുപോലെ ഞാനങ്ങനെ പൊതുവെ പരിപാടിക്കൊന്നും പോവാത്ത ആളാണ്. വല്ലപ്പോഴൊക്കെ തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അതിന് അറ്റൻഡ് ചെയ്യാന്നല്ലാണ്ട് അങ്ങനെ അധികമൊന്നും ഞാൻ പോകാറില്ല. പോകുമ്പോൾ നന്നായിട്ട് ഒരുങ്ങിയിട്ട് പോകണം, അങ്ങനത്തെ ഒരു മൈൻഡാണ്. രാവിലെ തന്നെ ആയതുകൊണ്ടാണോ അറിയില്ല, വോയിസും തീരെ ശരിയല്ല. അല്ല, ഓൾറെഡി കുറച്ചൊരു ഗംഭീരം കൂടി ശബ്ദമൊക്കെ തന്നെയാണ്. എൻ്റെ ഇടയിൽ കൂടെ ഉറങ്ങി കൂടി നിൽക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ജസ്റ്റ് അതിൽ റെഡ് ഐപ്ലൈനർ കൊണ്ട് വരയ്ക്കാം.
സെറ്റാക്കാം. താഴാക്കില്ല, മുകളിൽ മാത്രമേ ആക്കുന്നുള്ളൂ. അപ്പോൾ താഴാക്കി കഴിഞ്ഞാൽ എനിക്ക് തീരെ ശ്രദ്ധയില്ലാത്ത കാരണം മിക്കവാറും അവിടെയൊക്കെ ആയിട്ട് അവളാകും. ഇതെൻ്റെ പഴയ മാസ്ക് തന്നെയാണ് സംഭവം. അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ഇപ്പം എൻ്റെ പിരിക്കും സെറ്റ് ചെയ്യാറ്. ഗോഡ്, ഞാൻ കണ്ടാൽ തന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഫോൺ ഓണാക്കിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അതും കഴിഞ്ഞു. എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയും വേണം. ഇനിയിപ്പോൾ ഹെയർ സെറ്റ് ചെയ്യാനുണ്ട്. അതിനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ അമ്മ മാറ്റി ഇറങ്ങണം. അതുവരെ ഫ്രീ ആണ്. അമ്മ മാറ്റാതെ തുടങ്ങിയിട്ടില്ല. എന്നോട് നേരില്ല പറഞ്ഞിട്ട് അവസാനം അമ്മക്ക് നേരെ വൈകുന്ന ഒരു വഴിയാണ്. ഓക്കെ, ഇറങ്ങി പോയി കുറച്ച് ഫോണൊക്കെ ഇരുന്ന് കളിക്കട്ടെ. എനിക്ക് ഹെയറും കൂടെ കിട്ടാണ്ട് ചെയ്യാണ്ട് ഹെയർ വെച്ചതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടുന്നുണ്ട്. ഫൈനലി കിട്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈൽ അവിടെ എത്തുമ്പോൾ തന്നെ ദൂരന്മാരാണ്. ഫുൾ പോസ്റ്റ്